ഇതാ അപ്പുക്കുട്ടന് നല്ല ജലദോഷവും ചെറിയ പനിയും ചുമയും കഫക്കെട്ടും എല്ലാം ഉണ്ട്. അമ്മുകുട്ടിക്ക് നല്ല ജലദോഷവും ചുമയൊക്കെയാണ്. ആവി പിടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞത് അപ്പുക്കുട്ടന് ആവി പിടിച്ചുകൊണ്ടിരിക്കണു. ആദ്യമൊക്കെ അപ്പുക്കുട്ടന് ആവി പിടിക്കുമ്പോൾ ഭയങ്കര കർശനമായിരിക്കട്ടെ. ഇപ്പം നല്ല ഡീസൻ്റായി. ഇപ്പോൾ വലിയ ചെക്കനായില്ലേ? ഇപ്പം വലിയ ചെക്കനായില്ലേ? ഇപ്പം വലിയ ചെക്കനായില്ലേ? അപ്പോൾ ഇഞ്ചി പിടിക്കുന്ന കണ്ടിട്ട് അപ്പുക്കുട്ടനെ ഇപ്പോൾ പിടിക്കുമല്ലോ. അപ്പോൾ ഇതാ ഇഞ്ചി പെണ്ണ് അപ്പോൾ അനിയത്തിക്കുട്ടീനെ അപ്പുക്കുട്ടൻ ഇഞ്ചി ഇഞ്ചി എന്നാണ് വിളിക്കുക. ഇഞ്ചീനെ വിളിക്കപ്പോൾ ഇഞ്ചിയെ വിളിക്കപ്പോൾ ഇഞ്ചിയെ വിളിക്കപ്പോൾ ഇഞ്ചിയെ വിളിക്കേ ഇഞ്ചി വിളിക്കപ്പോൾ ആവി പിടിച്ച് കഴിയാനായോ? ഇനി അമ്മുക്കുട്ടീൻ്റെ ആവി പിടുത്താണ് കേട്ടോ. അമ്മുക്കുട്ടിക്ക് നല്ല ജലദോഷമായിരുന്നു, മൂക്കടപ്പെല്ലാം ഇപ്പം മാറി. വായിലേക്ക് കൊണ്ടുപോകല്ല, അങ്ങനെ പുറത്തേക്ക് പിടിക്കേ. അപ്പോൾ അപ്പുക്കുട്ടീനെ ഞാൻ മടിയിൽ വെച്ചതുകൊണ്ട് അമ്മുക്കുട്ടി സ്വന്തമായിട്ട് പിടിക്കുക. അമ്മുക്കുട്ടി ഗുഡ് ഗേളാണ് ഇല്ല മോ? അമ്മുക്കുട്ടീൻ്റെ കാര്യമൊക്കെ സ്വന്തമായിട്ട് ചെയ്യും ഇല്ല മോ? അമ്മ ചേട്ടാനെ നോക്കുമ്പോൾ വായിലേക്ക് കൊണ്ടുവല്ല. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും കുറച്ച്.